ഹായ്, വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോഡേൺ ഹിസ്റ്ററി ഭാഗത്തെ പ്രധാനമായും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട റവല്യൂഷണറി മൂവ്മെൻറ്റുകളെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കുന്ന ഒരു സംഭവമാണ് 1908 അലിപ്പൂർ കോൺസ്പിറസി കേസ്. കേട്ടാ, എന്താണ് അലിപ്പൂർ? ചോദിക്കും, പ്രീവിയസ് ചോദ്യമാണ്. അലിപ്പൂർ ബോംബ് കോൺസ്പിറസി കേസ് ഏത് വർഷമാണ്? അലിപ്പൂർ കോൺസ്പിറസി കേസ് നടന്നത് 1908 1908 അലിപ്പൂർ കോൺസ്പിറസി കേസ് നടന്നത്. ഏത് വർഷം? 1908. ഓക്കെ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ വെസ്റ്റ് ബംഗാളിനടുത്ത് മിസാഫൂർ എന്ന് പറയുന്ന സ്ഥലത്തെ അവിടുത്തെ ബ്രിട്ടീഷ് മൈസ്രേറ്റിന്റെ പേരാണ് കിങ്സ്ഫോർഡ് എന്ന് പറയും. ഈ കിങ്സ്ഫോർഡിനെ കൊല്ലാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു സംഘടന നടത്തിയ ഒരു കോൺസ്പിറസിയാണ് ഈ അലിപ്പൂർ കോൺസ്പിറസി എന്ന് പറയുന്നത്. അപ്പോൾ ആ സംഘടനയുടെ പേരാണ് അനുശീലൻ സമിതി. സംഘടനയാണ് അനുശീലൻ സമിതി. അനുശീലൻ സമിതി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ആർക്കെതിരെ? കിങ്സ്ഫോർഡിനെ കൊല്ലാൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചനയായിരുന്നു അലിപ്പൂർ കോൺസ്പിറസി എന്ന് പറയുന്നത്. ഈ സംഘടനയുടെ പ്രധാന, അല്ലെങ്കിൽ ഈ ഒരു കോൺസ്പിറസിയുടെ പ്രധാന സൂത്രധാരനായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായ അരബിന്ദ് ഘോഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു കോൺസ്പിറസി നടന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇയാളെ കൊല്ലണം. പക്ഷെ എങ്ങനെയാ കൊല്ലേണ്ടതെന്ന് വെച്ചാൽ, ഇയാൾ വീടിൽ നിന്നും പുറത്തേക്ക് കാറിൽ വരുന്ന സമയത്ത് ഇയാളുടെ കാറിനുള്ളിലേക്ക് എന്തെറിയുക? ബോംബ് എറിയുക. അതായിരുന്നു ഇവരുടെ ഉദ്ദേശം. അങ്ങനെ രണ്ട് ചെറുപ്പക്കാരുടെ കയ്യിൽ, രണ്ട് കുഞ്ഞു പയ്യന്മാരുടെ കയ്യിൽ, 10, 13, 16 വയസ്സുള്ള രണ്ട് പയ്യന്മാരുടെ കയ്യിൽ ഇവരൊരു ബോംബ് കൊടുത്തു വിടും. ആ രണ്ട് പയ്യന്മാരുടെ പേരാണ്, ഒന്ന് കുതിറാം ബോസും ഒന്ന് പ്രഫുല്ല ചക്കിയും. അങ്ങനെ ഈ രണ്ട് പയ്യന്മാരുടെ കയ്യിൽ ഇവർ ബോംബ് കൊടുത്തു വിടുകയും, അങ്ങനെ ഈ പയ്യന്മാര് നമ്മുടെ കിങ്സ്ഫോർഡിന്റെ കാറിന്റെ ഉള്ളിലേക്ക് എന്തെറിയും? ബോംബ് വലിച്ചെറിയും. അങ്ങനെ ബോംബ് പൊട്ടും. പക്ഷെ ആ കാറിൻ്റെ അകത്ത് ആരില്ലായിരുന്നു? കിങ്സ്ഫോർഡ് ഇല്ലായിരുന്നു. പക്ഷെ മറ്റു ചിലർ ആ കാറിൻ്റെ അകത്ത് ഉണ്ടാവുകയും അവർ ആ സ്ഫോടനത്തിൽ എന്ത് ചെയ്യും? കൊല്ലപ്പെടുകയും ചെയ്യും. ഇതിൽ ആ സ്പോട്ടിൽ വെച്ച് തന്നെ പ്രഫുല്ല ചക്കിയെ പോലീസുകാരെന്ത് ചെയ്യും? വെടിവെച്ച് കൊല്ലും. കുതിറാം ബോസിനെ അവർ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കുതിറാം ബോസിനെ വിചാരണയ്ക്ക് ശേഷം എന്ത് ചെയ്യും? തൂക്കിക്കൊല്ലും. കേട്ടോ, കുതിറാം ബോസിനെ എന്ത് ചെയ്യും? വിചാരണയ്ക്ക് ശേഷം എന്ത് ചെയ്യും? തൂക്കിക്കൊല്ലും. ഈ കുതിറാം ബോസ് എന്ന് പറയുന്ന ഈ ഒരു പേര്, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ്. എന്തുകൊണ്ടെന്നറിയോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് മാർട്ടിയർ, ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ആര്? കുതിറാം ബോസ്. കേട്ടോ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ആര്? കുതിറാം ബോസ്. അപ്പോൾ കുതിറാം ബോസ് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് തൂക്കുമരത്തിൽ കയറിയത്? അലിപ്പൂർ ബോംബ് കോൺസ്പിറസി കേസുമായി ബന്ധപ്പെട്ട്. ഏത് വർഷം? 1908. ഏത് സംഘടന? അനുശീലൻ സമിതി. അതിന്റെ പ്രധാന സൂത്രധാരനായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാ? നമ്മുടെ അരബിന്ദ് ഘോഷാണ്. അപ്പോൾ ഇതാണ് ഈ കേസ്. ഓക്കെ, നമ്മൾ നേരത്തെ രണ്ടാമത്തെ ഒരു കേസിലേക്ക് പോവുകയാണ്. ഖഖോരി ട്രെയിൻ കോൺസ്പിറസി കേസ്. 1925. 1925 ഖഖോരി ട്രെയിൻ കോൺസ്പിറസി കേസ്. അപ്പൊ ഏത് വർഷമാണ് ഖഖോരി ട്രെയിൻ കോൺസ്പിറസി കേസ്? 1925. 1925 ഖഖോരി ട്രെയിൻ കോൺസ്പിറസി കേസ് നടക്കുന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് ഖഖോരി നമ്മുടെ ഉത്തർപ്രദേശിലെ ഒരു വില്ലേജാണ്. ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമമാണ് ഇത് ഖഖോരി. അവിടെ വെച്ച് ബ്രിട്ടീഷുകാരുടെ ഒരു ഗുഡ്സ് ട്രെയിൻ, കേട്ടോ, ബ്രിട്ടീഷുകാരുടെ ഗുഡ്സ് കൊണ്ടുവരുന്ന ഒരു ട്രെയിന് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സംഘടനയിലെ നേതാക്കന്മാർ ചേർന്ന് എന്ത് ചെയ്യും? കൊള്ളയടിക്കും. ആ സംഘടനയുടെ പേരാണ് HRA, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പറയും. ഏത് സംഘടന? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, HRA. HRA എന്ന് പറയുന്ന ഒരു സംഘടന എന്തിനെ കൊള്ളയടിക്കും? നമ്മുടെ
ഈ ട്രെയിനിനെ, ഈ ഒരു ഗുഡ്സ് ട്രെയിനെ കൊള്ളയടിക്കും. ഏത് വർഷം? 1925. അപ്പോൾ 1925 ഏത് സംഭവം? ഈ ഖഗോരി ട്രെയിൻ കോൺസ്പിറസി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരാണ് ഒന്ന് അഷ്ഫുല്ല ഖാൻ, ഒന്ന് താക്കൂർ റോഷൻ സിംഗ്. ആരാണ്? താക്കൂർ റോഷൻ സിംഗ്. മറ്റൊന്ന് ചന്ദ്രശേഖർ ആസാദ്, മറ്റൊന്ന് റാം പ്രസാദ് ബിസ്മിൽ. ഇവരൊക്കെയാണ് ഈ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. ആരൊക്കെയാണ്? അഷ്ഫുല്ല ഖാൻ, താക്കൂർ റോഷൻ സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, റാം പ്രസാദ് ബിസ്മിൽ. ഇവരൊക്കെയായിരുന്നു എന്ത്? HRIയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാര്. അങ്ങനെ ഇവര് ചേർന്നാണ് ഖഗോരിയിൽ വെച്ച് ആ ഒരു ട്രെയിൻ ഇവർ എന്ത് ചെയ്തത്? കൊള്ളയടിച്ചത്. ഇത് പ്രീവിയസ് ചോദ്യമുണ്ട്, ഏത് വർഷമാണ് ഖഗോരി എന്ന് ചോദിച്ചിട്ടുണ്ട്. മുൻവർഷ ചോദ്യം. ഏത് വർഷം? 1925. അത് മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് അഷ്ഫുല്ല ഖാനെയും താക്കൂർ റോഷൻ സിംഗിനെയും റാം പ്രസാദ് ബിസ്മിലിനെയൊക്കെ പല നാളുകളായി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? വിചാരണ നടത്തി തൂക്കിക്കൊന്നു. ഈ ഒരു കേസുമായി രക്ഷപ്പെട്ട ഒരേ ഒരു വ്യക്തി ചന്ദ്രശേഖർ ആസാദിനെ മാത്രം ബ്രിട്ടീഷുകാർക്ക് പിടിക്കാൻ സാധിക്കില്ല. ബാക്കി എല്ലാവരും, ഈ കേസുമായി ബന്ധപ്പെട്ട ബാക്കി എല്ലാവരെയും അവർ അറസ്റ്റ് ചെയ്ത് തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. ഒരേ ഒരാൾ മാത്രമാണ് ഈ കേസിൽ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ പിടികൊടുക്കാതെ രക്ഷപ്പെട്ടത്. ആരാ? ചന്ദ്രശേഖർ ആസാദാണ്. അപ്പൊ ഏത് കേസാത്? ഈ ഇടയ്ക്കും ചോദിച്ചാട്ടെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. ഏതാണോ? റാം പ്രസാദ് ബിസ്മിൽ ബിലോങ്സ് ടു വിച്ച് ഇൻസിഡന്റ്? ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. റാം പ്രസാദ് ബിസ്മിൽ എന്തുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? കേട്ടാ, അതുമായി ബന്ധപ്പെട്ടത് ഖഗോരി ട്രെയിൻ കോൺസ്പിറസി കേസുമായി തൂക്കുമരത്തിൽ കയറിയ ഒരു വ്യക്തിയാണ് ആര്? റാം പ്രസാദ് ബിസ്മിൽ. ഓക്കെ, ദെൻ അടുത്തതിലോട്ട് പോവാം. അടുത്ത ഇതാണ് നമ്മുടെ സൈമൺ കമ്മീഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ 1927 ലണ്ടനിൽ ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്, അഥവാ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നും പറയും. കേട്ടോ, സൈമൺ കമ്മീഷൻ അഥവാ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്ന് പറയും. എന്നാ സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത്? 1927. ഇത് ലണ്ടനിലാണ് രൂപീകരിച്ചത്. കേട്ടോ, എവിടെ വെച്ചാണ്? ലണ്ടനിൽ വെച്ചാണ്. ഇതിൽ 7 പേരാണ് ഇതിലെ മെമ്പേഴ്സ്. സൈമൺ കമ്മീഷനിൽ എത്ര പേരുണ്ടെന്ന് ചോദിക്കും. എത്ര പേരാ? 7 പേര്. ചെയർമാൻ ജോൺ സൈമൺ. ആരാണ് ചെയർമാൻ? ജോൺ സൈമൺ ആണ് ഇതിന്റെ ചെയർമാൻ. കേട്ടോ, അപ്പൊ സൈമൺ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1927. എവിടെയാ രൂപീകരിച്ച? ലണ്ടനിൽ വെച്ച്. എത്ര പേരടങ്ങുന്ന സംഘം? 7 പേരടങ്ങുന്ന സംഘം. ആരാ ചെയർമാൻ? ജോൺ സൈമൺ ആണ് ചെയർമാൻ. അപ്പൊ ഇത് എന്തിനാ രൂപീകരിച്ചെന്ന് വെച്ചാൽ, ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഇന്ത്യക്കാർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്ന ഒരു കമ്മീഷനാണ് ആര്? സൈമൺ കമ്മീഷൻ. ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കുവാൻ വേണ്ടിയിട്ട്. കേട്ടാ, അങ്ങനെ 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തും. കേട്ടാ, 27 രൂപീകരിച്ചു. എവിടെ? ലണ്ടനിൽ. പക്ഷെ 28 എവിടെ എത്തും? ഇന്ത്യയിലെത്തും. 1928 സൈമൺ കമ്മീഷൻ എവിടെ എത്തും? ഇന്ത്യയിലെത്തും. കേട്ടോ, 1928 ഇന്ത്യയിലെത്തുന്നത്. പക്ഷേ സൈമൺ കമ്മീഷനെ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തില്ല? അക്സെപ്റ്റ് ചെയ്തില്ല, അംഗീകരിച്ചില്ല, അല്ലേ? കാരണം കോൺഗ്രസ് പാർട്ടി പറഞ്ഞത് ഇതാണ്: ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ 7 പേരിൽ ഒരു ഇന്ത്യക്കാരനെങ്കിലും വേണം. കാരണം ഈ വന്ന 7 പേരും ഇംഗ്ലീഷ് മെൻസ് ആയിരുന്നു. കേട്ടോ, സൈമൺ കമ്മീഷനിലെ 7 പേരും ആരാണ്? ഇംഗ്ലീഷുകാരാ. അതാ അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തിനെ അക്സെപ്റ്റ് ചെയ്തില്ല? സൈമൺ കമ്മീഷൻ അക്സെപ്റ്റ് ചെയ്യാതെ അവർക്കെതിരെ തെരുവുകളിൽ വലിയൊരു സമരം സംഘടിപ്പിച്ചു. കേട്ടാ, അതിലൊരു പ്രധാന മുദ്രാവാക്യമാണ് ഗോ ബാക്ക് സൈമൺ, സൈമൺ ഗോ ബാക്ക്. കേട്ടാ, സൈമൺ തിരിച്ചു പോകുക എന്ന മുദ്രാവാക്യത്തിൽ കൂടെ ജനങ്ങൾ എവിടെ ഇറങ്ങി? തെരുവുകൾ ഇറങ്ങി സമരം ചെയ്യാൻ തുടങ്ങി. ഏത് വർഷം? 1928. അപ്പൊ ഈ സമരവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കാര്യമുണ്ട്. ഈ 1928 സൈമൺ കമ്മീഷനെതിരെ ഒരു പ്രധാനമായും സമരത്തിന് ഒരു വേദിയായ പ്രദേശമാണ് നമ്മുടെ പഞ്ചാബിലെ അമൃത്സർ മേഖലയൊക്കെ. പഞ്ചാബ് പ്രദേശമായിരുന്നു വലിയൊരു പോരാട്ടത്തിന് തയ്യാറെടുത്തത്. അവിടെ അന്ന് അതിന് പ്രധാനമായും നേതൃത്വം നൽകിയ വ്യക്തിയാണ് നമ്മുടെ ലാലാ ലജ്പത് റായ്. നമ്മുടെ ലാലാ ലജ്പത് റായിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പഞ്ചാബ് മേഖലയിൽ സൈമൺ കമ്മീഷനെതിരെയുള്ള സമരം എന്ത് ചെയ്ത് സംഘടിപ്പിച്ചത്. പക്ഷേ എന്ത് ചെയ്യാന്ന് വെച്ചാൽ
ഇതിൻ്റെ ഇടയിൽ, ഈ സമരത്തിൻ്റെ ഇടയിലേക്ക് പോലീസുകാരെന്ത് ചെയ്യും? ലാത്തി വീശും. അങ്ങനെ ലാത്തി വീശിൽ നമ്മുടെ ലാലാ ലജ്പത് റായ് എന്ത് ചെയ്യും? കൊല്ലപ്പെടും. ലാലാ ലജ്പത് റായെ അന്നത്തെ പോലീസ് സൂപ്രണ്ടായ ജെയിംസ് സ്കോട്ട് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ എന്ത് ചെയ്യും? ചവിട്ടിക്കൊന്നുകളയും. അതൊരു ബൂട്ട് കൊണ്ട് ചവിട്ടി ആരെ കൊന്നുകളയും? ലാലാ ലജ്പത് റായെ കൊന്നുകളയും കേട്ടോ. അപ്പൊ ചോദിക്കും, സമൻ കമ്മീഷനുമായി ലഹളയിൽ കൊല്ലപ്പെട്ട നമ്മുടെ ഫ്രീഡം ഫൈറ്റർ ആരും ചോദിച്ചാൽ ആരാണ്? നമ്മുടെ ലാലാ ലജ്പത് റായ് ആണ്. ആരാ ലാലാ ലജ്പത് റായെ കൊന്ന ആ പോലീസ് സൂപ്രണ്ട്, ബ്രിട്ടീഷ് പോലീസ് സൂപ്രണ്ടായ ജെയിംസ് സ്കോട്ടാണ്. ജെയിംസ് സ്കോട്ടാണ് ആരെ വധിക്കുന്നത്? ലാലാ ലജ്പത് റായെ കൊല്ലുന്നത് കേട്ടോ. എന്തുമായി ബന്ധപ്പെട്ട്? സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള സമരത്തിനിടയിൽ. പക്ഷെ ഇതെന്താ പിന്നീട് സംഭവിച്ചതെന്ന് അറിയോ? ഇതിന് മറ്റൊരു ഭാഗമുണ്ട്. എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ ലാലാ ലജ്പത് റായ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്ട്രീമിസ്റ്റ് മെമ്പറാണ് അല്ലേ. നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലാൽ ബാൽ പാൽ, കോൺഗ്രസിലെ തന്നെ തീവ്രവാദി എക്സ്ട്രീമിസ്റ്റ് വിഭാഗത്തിലെ ഒരു ലീഡറാണ് ആര്? ലാലാ ലജ്പത് റായ് അല്ലേ. അപ്പം അദ്ദേഹത്തെ കൊല്ലുക എന്ന് പറയുമ്പോൾ പഞ്ചാബ് മേഖലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംഘടനകളും വെറുതെ ഇരിക്കുമോ? ഇല്ല. അങ്ങനെ ജെയിംസ് സ്കോട്ടിനെ കൊല്ലാനായി, ഈ ലാലാ ലജ്പത് റായെ കൊന്ന ജെയിംസ് സ്കോട്ടിനെ കൊല്ലാൻ വേണ്ടി ഒരു കൂട്ടം ചെറുപ്പക്കാര് എന്ത് ചെയ്യും? രംഗത്ത് വരും കേട്ടോ. ആ ചെറുപ്പക്കാരുടെ സംഘടനയുടെ പേരാണ് HSR എന്ന് പറയും. HSR എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ കേട്ടോ. അതായത് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ HR, അത് തന്നെയാണ് പേര് മാറി 1928 HSR എന്നാവും. നേരത്തെ HR ആയിരുന്നു അല്ലേ, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അല്ലേ. ദേ ബിക്കം HSR. 1928 HR എന്തായി രൂപപ്പെടും? HSR, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന പേരിലായിരുന്നു. അറ്റ് ഡൽഹി കേട്ടോ, ഡൽഹിയിൽ വെച്ചാണ് HSR രൂപീകരിച്ചത്. അതൊക്കെ ചോദിച്ചിട്ടുണ്ടോ? HSR ഏത് വർഷം എവിടെ വെച്ച്? 1928 ഡൽഹിയിൽ വെച്ചാണ് HSR രൂപീകരിച്ചത് കേട്ടാ. അപ്പൊ അവരുടെ നേതൃത്വത്തിൽ ആരെ കൊല്ലാൻ വേണ്ടി? ജെയിംസ് സ്കോട്ടിനെ കൊല്ലാൻ വേണ്ടി അവരൊരു ഗൂഢാലോചന നടത്തി കേട്ടാ. ആരെ കൊല്ലാൻ വേണ്ടി? ജെയിംസ് സ്കോട്ടിനെ. ആ ഗൂഢാലോചനയുടെ പേരാണ് ലാഹോർ കോൺസ്പിറസി കേസ്. 1928 കേട്ടാ. 1928 നമ്മുടെ ലാലാ ലജ്പത് റായെ കൊന്ന ജെയിംസ് സ്കോട്ടിനെ കൊല്ലാൻ വേണ്ടി നമ്മുടെ ഏത് സംഘടന? HSR എന്ന് പറഞ്ഞ സംഘടന നടത്തിയ ഒരു ഗൂഢാലോചന, ഒരു കോൺസ്പിറസിയാണ് ഏത്? ലാഹോർ കോൺസ്പിറസി കേസ്. ഏത് വർഷം? 1928. അപ്പൊ ആ സമയത്ത് HSRയിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു നമ്മുടെ ഭഗത് സിംഗ്. ആരാണ്? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് തുടങ്ങിയവരായിരുന്നു കേട്ടോ. നമ്മുടെ HSRൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാരൊക്കെയാ? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് തുടങ്ങിയവരാണ് HSRയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. അങ്ങനെ ഇവരുടെ നേതൃത്വത്തിൽ ആരെ കൊല്ലാൻ വേണ്ടി? ജെയിംസ് സ്കോട്ടിനെ കൊല്ലാൻ വേണ്ടി ഒരു ഗൂഢാലോചന. അതിന്റെ പേരാണ് ലാഹോർ. അപ്പൊ ചോദിച്ചിട്ടുണ്ടോ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലാഹോർ കോൺസ്പിറസി കേസ് ഏത് വർഷമാണ്? 1928. പക്ഷെ സംഭവം എന്തായി ഉണ്ടായെന്ന് വെച്ചാൽ, ഈ ഭഗത് സിംഗും കൂട്ടരും രാജ്ഗുരുവും ഒക്കെ ജെയിംസ് സ്കോട്ട് എന്ന് വിചാരിച്ചു വേറൊരു പോലീസുകാരനെ കൊന്നുകളയും. അതിലുള്ള പേരാണ് സാൻഡേഴ്സൺ കേട്ടാ. ഇവര് ഭഗത് സിംഗും കൂട്ടരും നമ്മുടെ ജെയിംസ് സ്കോട്ടാണ് ആരെ കൊന്നത്? ലാലാ ലജ്പത് റായെ. പക്ഷെ ഇവർ ആള് മാറി സാൻഡേഴ്സൺ എന്ന് പറയുന്ന മറ്റൊരു പോലീസുകാരനെ ഇവർ മാറി കൊന്നുകളയും. പക്ഷെ ഇവർക്ക് തെറ്റുപറ്റിയെന്നവർക്ക് മനസ്സിലായി. പക്ഷെ അവിടെ നിന്നൊരു കാര്യമുണ്ടോ? ഇല്ലോ, ഈ ബ്രിട്ടീഷുകാർ പിടിക്കും. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം അവർ ഒളിവിൽ പോവും. ഭഗത് സിംഗും കൂട്ടരൊക്കെ എവിടെ പോവും? ഒളിവിൽ പോവും. അങ്ങനെ ഈ ലാഹോർ കോൺസ്പിറസി കേസുമായി ആരെ പിടിക്കാൻ കിട്ടത്തില്ല? ഭഗത് സിംഗിനെയും കൂട്ടരെയും പിടിക്കാൻ കിട്ടത്തില്ല. പക്ഷേ തൊട്ടടുത്ത വർഷം 1929 നമ്മുടെ ഡൽഹിയിലെ പാർലമെന്റില് ഭഗത് സിംഗും അതിന്റെ കൂടെ ബതുകേശ്വർ ദത്തും കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 1929 ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും എന്ന് പറയുന്ന വ്യക്തിയും കൂടെ ചേർന്ന് നമ്മുടെ ഡൽഹിയിലെ പാർലമെന്റിൽ എന്തറിയും? ബോംബെറിയും കേട്ടാ. ആ കേസിൽ ഭഗത് സിംഗ് എന്ത് ചെയ്യും? പിടിയിലാവും. ആ കേസിൽ ഭഗത് സിംഗ് ആരുടെ പിടിയിലാവും? ബ്രിട്ടീഷുകാരുടെ
പിടിയിലാവും കേട്ടോ. അങ്ങനെ രണ്ട് കുറ്റങ്ങളാണ് ഭഗത് സിംഗിന്റെ മേലിൽ ബ്രിട്ടീഷുകാർ ചുമത്തിയിരുന്നത്. ഏതൊക്കെയാ? ഒന്ന് 1928 സാൻഡേഴ്സിനെ കൊന്ന കേസ്, ഏത്? അലിപ്പൂർ കോൺസ്പിറസി കേസും, ഒന്ന് 29 പാർലമെന്റിനുള്ളിൽ അസംബ്ലി ഹാളിനുള്ളിൽ ബോംബെറിഞ്ഞ കേസും. ഈ രണ്ട് കേസിനും ആരെ അറസ്റ്റ് ചെയ്യും? ഭഗത് സിംഗിനെ അറസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പൊ അസംബ്ലി ഹാളിൽ ബോംബെറിഞ്ഞത് ആരൊക്കെ ചേർന്ന? അതൊരിക്കൽ ചോദിച്ചു കേട്ടോ. ആരൊക്കെയാ? ഭഗത് സിംഗും ആരും? ബതുകേശ്വർ കേട്ടോ. അന്ന് ഓപ്ഷനൊക്കെ ഇതായിരുന്നു, ഭഗത് സിംഗ്, രാജ്ഗുരു, ഭഗത് സിംഗ്, സുഖദേവ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഇവരൊന്നുമല്ല. അസംബ്ലി ഹാളിൽ ബോംബെറിഞ്ഞത് ഭഗത് സിംഗിന്റെ കൂടെ ആരായിരുന്നു? ബതുകേശ്വർ ദത്തായിരുന്നു കേട്ടോ. അങ്ങനെ ആ കേസിലാണ് ഭഗത് സിംഗ് പിടിക്കപ്പെടുകയും വിചാരണയ്ക്കൊക്കെ ശേഷം 1931 മാർച്ച് 23 നമ്മുടെ ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖദേവിനെയും എന്ത് ചെയ്യും? തൂക്കിക്കൊല്ലും. അതാണ് രക്തസാക്ഷി ദിനം അല്ലെ, നാഷണൽ മാർട്ടിയർ ഡേ അല്ലെ, ദേശീയ രക്തസാക്ഷി ദിനം എന്നാണ് മാർച്ച് 23 ആരുടെ? ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖദേവിനെയും എന്താണ്? തൂക്കിക്കൊന്ന വർഷം എന്നാണ് മാർച്ച് 23 1931 1931. അപ്പൊ ഏതൊക്കെ കേസായിരുന്നു ഭഗത് സിംഗിനെ ചുമത്തിയത്? 28 ലാഹോർ കോൺസ്പിറസിയും 29 അസംബ്ലി ഹാളിൽ ബോംബെറിഞ്ഞ കേസിനാണ് കേട്ടോ. ഈ ഭഗത് സിംഗിന് ഒരു നിക്നെയിം ഉണ്ട് കേട്ടോ. നിക്നെയിമാണ് ഷാഹിദ് ഇ അസം. ആരാണ് ഷാഹിദ് ഇ അസം എന്ന് ചോദിച്ചാൽ ആരാണ്? ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗിന്റെ നിക്നെയിമാണ് എന്ത്? ഷാഹിദ് ഇ അസം. അതുപോലെ ഭഗത് സിംഗ് ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് നവജവാൻ ഭാരത് സഭ. ഒരുപാട് തവണ, ധാരാളം തവണ SSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് നവജവാൻ ഭാരത് സഭ. 1926 നവജവാൻ ഭാരത് സഭ എന്ന് പറയുന്ന സംഘടന ആര് രൂപീകരിച്ചത്? ഭഗത് സിംഗ് രൂപീകരിച്ചത്. ഏത് വർഷമാണ്? 1926. അതുപോലെ തന്നെ ഭഗത് സിംഗിന്റെ ഓട്ടോബയോഗ്രഫിയാണ് വൈ ഐ ആം ആൻ എത്തിസ്റ്റ്. നമ്മുടെ ഇപ്പോഴത്തെ 2024 CHL എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് വൈ ഐ ആം ആൻ എത്തിസ്റ്റ്. വൈ ഐ ആം ആൻ എത്തിസ്റ്റ് ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ ആരുടെ ആത്മകഥയാണ്? ഭഗത് സിംഗിന്റെ ഓട്ടോബയോഗ്രഫിയാണ് എന്ത്? വൈ ഐ ആം ആൻ എത്തിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കേസിനാണ് ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നത്. ഓക്കെ, ഭഗത് സിംഗ് ഏത് സംഘടനയുടെ നേതാവാ? HSRA, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് കേട്ടോ. അപ്പൊ ചിലപ്പോൾ ഞാൻ ചോദിക്കും ഏതൊക്കെ കേസുകളാണ് HSRയുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഈ രണ്ട് കേസുകളാണ് കേട്ടോ. HRAയോ? അത് നമ്മൾ നേരത്തെ പഠിച്ച HRA ഏതായിരുന്നു? കക്കോരി ട്രെയിൻ കോൺസ്പിറസി കേസായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ ലാഹോർ കോൺസ്പിറസി കേസ്. ഇനി ഒന്നുകൂടെ ഉണ്ട്. 1930 മറ്റൊരു സംഭവമായിരുന്നു ചിറ്റഗോങ് ആർമറി റെയ്ഡ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു റവല്യൂഷണറി മൂവ്മെന്റ് ആയിരുന്നു. നമ്മുടെ ഇന്നത്തെ ബംഗ്ലാദേശിലെ ഒരു സ്ഥലമാണ് ചിറ്റഗോങ് അല്ലേ. അവിടുത്തെ ചിറ്റഗോങ് ആർമറി റെയ്ഡ് ഏത് വർഷം? 1930. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷുകാർക്ക് പണ്ട് ഇന്ത്യയുടെ പല മേഖലകളിലും ഇവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന വലിയ വലിയ ഫാക്ടറീസ് ഉണ്ട്, ആയുധപ്പുരകളുണ്ട്. നമ്മൾ ഈ RR സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ചിറ്റഗോങ്ങിലും ഇവർക്കൊരു ആർമറി ഫാക്ടറി ഉണ്ടായിരുന്നു. ആ ഫാക്ടറി അവിടെ ഉണ്ടായിരുന്ന ഒരു സംഘടനയുടെ നേതാക്കന്മാർ ചേർന്ന് എന്ത് ചെയ്യും? കൊള്ളയടിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ആയുധങ്ങൾ അവിടെയുള്ള നാട്ടിൽ ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് എന്ത് ചെയ്യും? ആയുധങ്ങളെല്ലാം അവർ വിതരണം ചെയ്യും. നമ്മുടെ RR സിനിമയിൽ അത് തന്നെയാണ് കോൺസെപ്റ്റ് കേട്ടാ. ഫാക്ടറി കൊള്ളയടിക്കുകയും അവിടുത്തെ ആയുധങ്ങൾ അവിടെയുള്ള ജനങ്ങൾക്ക് അവരെന്ത് ചെയ്യും? വിതരണം ചെയ്യുകയും ചെയ്തു കേട്ടോ. അതാണ് ഈ സംഭവം. ഈ ചിറ്റഗോങ് ആർമറി റെയ്ഡ്, ആ സംഘടനയുടെ പേരാണ് IRA, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. എന്താണ്? IRA, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. ഈ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ ഫൗണ്ടർ ആണ് സൂര്യ സെൻ. സൂര്യ സെൻ ഒരു നിക്നെയിം ഉണ്ട് കേട്ടോ. സൂര്യ സെൻ നമ്മൾ വിളിക്കുന്ന ഒരു നിക്നെയിമാണ് മാസ്റ്റർ ഡാ എന്ന് പറയും. മാസ്റ്റർ ഡാ കേട്ടോ. ആരാണ് മാസ്റ്റർ ഡാ എന്ന് ചോദിക്കും. മാസ്റ്റർ ഡാ ആരാ? സൂര്യ സെൻ കേട്ടോ. സൂര്യ സെൻ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകനാണ് ആര്? സൂര്യ സെൻ. ആ സൂര്യ സെന്റെ നിക്നെയിം ആണ് എന്ത്? മാസ്റ്റർ ഡാ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ സംഘടനയിലെ പ്രധാനപ്പെട്ട രണ്ട് വനിതാ നേതാക്കന്മാരാണ് ഒന്ന് കൽപ്പന ദത്തും ഒന്ന് പ്രീതിലത വഡേദറും. ആരൊക്കെയാണ്? കൽപ്പന ദത്തും
മറ്റൊന്ന് പ്രീതി ലത വടേദർ. ആരൊക്കെയാണ്? പ്രീതി ലത വടേദറും കൽപ്പന ദത്തും. ആരുടെ ഇതിലുണ്ടായിരുന്നതാണ്? നമ്മുടെ സൂര്യ സെന്നിന്റെ നേതൃത്വത്തിൽ, നമ്മുടെ സൂര്യ സെന്നിന്റെ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയിലെ പ്രധാനപ്പെട്ട രണ്ട് എന്താണ് വനിതാ നേതാക്കന്മാരായിരുന്നു. ഒന്ന് കൽപ്പന ദത്തും മറ്റൊന്നാരാണ്? പ്രീതിലത വടേദറും കൽപ്പന ദത്തും. ആരുടെ ഇതിലുണ്ടായിരുന്നതാണ്? നമ്മുടെ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയിലെ പ്രധാനപ്പെട്ട രണ്ട് വനിതാ. ഇതിൽ പ്രീതിലത വടേദർ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രീതിലത വടേദറാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ വുമൺ മാർട്ടിയർ കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു. ഫസ്റ്റ് മാർട്ടിയർ മംഗൾ പാണ്ഡെ ആയിരുന്നു. 1857 റിവോൾട്ട്. കുറച്ച് മുമ്പ് നമ്മൾ കണ്ട കുതിറാം ബോസാണ് ഏറ്റവും യങ്ങസ്റ്റ് മാർട്ടിയർ. അതുപോലെ ദ ഫസ്റ്റ് വുമൺ മാർട്ടിയർ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരാണ്? ഈ പ്രീതിലത വടേദറാണ്. അവർ ഏത് കേസുമായി ബന്ധപ്പെട്ടതാണ്? ചിറ്റഗോങ്ങിലെ ആർമറി റെയ്ഡുമായി. ഏത് വർഷം? 1930 കേട്ടോ. അവരുടെ നേതാവ് ആരാ? അത് ഫൗണ്ടറായ സൂര്യ സെൻ, മാസ്റ്റർ ഡയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നടന്ന പ്രധാനപ്പെട്ട റവല്യൂഷണറി മൂവ്മെന്റുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്ന്, കക്കോരി ട്രെയിൻ കോൺസ്പിറസി വാസ് ഓർഗനൈസ്ഡ് ബൈ ആര്? വർഷം തന്നിട്ടുണ്ട് 1925 അല്ലേ, നമുക്ക് കിട്ടി. പക്ഷേ സംഘടനയാണ് അല്ലേ? സംഘടന HRA, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അല്ലേ? കക്കോരി ട്രെയിൻ കോൺസ്പിറസി. ദെൻ അടുത്ത, ഹു ഈസ് പോപ്പുലർലി നോൺ ആസ് മാസ്റ്റർ ഡ? കുറച്ച് പറഞ്ഞല്ലോ, ആരാടാ മാസ്റ്റർ ഡ? സൂര്യ സെൻ അല്ലേ? നമ്മുടെ സൂര്യ സെന്നെയാണ് എന്ത് വിളിച്ചത്? മാസ്റ്റർ ഡ. ചിറ്റഗോങ് ആർമറിയുടെ അല്ലെ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ. അടുത്ത്, ഹു ഇസ് ദി ഫൗണ്ടർ ഓഫ് നവജവാൻ ഭാരത് സഭ? ആരാടാ നവജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ? കുറച്ചും പഠിച്ചോളൂ. നവജവാൻ ഭാരത് സഭ ആരാ? ഭഗത് സിംഗ് അല്ലേ? നവജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ ആരാണ്? ഭഗത് സിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റവല്യൂഷണറി മൂവ്മെന്റുകളാണ് അല്ലേ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കൊരു പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.